വല്ല സംശയം തോന്നിയിട്ട് ചോദിക്കാൻ വരുന്നതാവോ? അപ്പച്ചൊന്നും മിണ്ടാതിരിക്കെ. അവിടെ നിൽക്ക്. എങ്ങോട്ടാ ഇത്ര അധികാരത്തില്? കാലിനടിയിലെ മൺതരി പോലും കണക്ക് പറഞ്ഞു കൊണ്ടുപോയതല്ലേ നീ? പിന്നെ എന്തെടുക്കാനാ ഇങ്ങോട്ട് വന്നത്? ഒന്നും എടുത്തോണ്ട് പോകാൻ വന്നതല്ല ദുർഗേച്ചി. തുളസി മോളുടെ ജീവന് വേണ്ടി യാചിക്കാൻ വന്നതാ ഞാൻ. എന്തു പറ്റി നിന്റെ പുന്നാര മോക്ക്? പോയി പെൺകുട്ടികളെ ഈ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓടിയാ ഇങ്ങനെ ഇരിക്കും. എന്താ അപ്പച്ചി, ഒരാൾക്കൊരു ആപത്ത് വന്നപ്പോ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ദേ, സത്യത്തിൽ എന്റെ മരുമോക്ക് ഇങ്ങനെ സംഭവിച്ചതില് എനിക്ക് ദുഃഖമുണ്ട് കേട്ടോ. ഞാനിപ്പോ എന്താ വേണ്ടേ? പ്രസാദേട്ടനെ വിളിച്ചു പറയട്ടെ? വേണ്ട, അവരാരും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓ, ഇനി അതിന് സമയവുമില്ല. തുളസി മോളുടെ ഓപ്പറേഷൻ ഉടനെ നടത്തണം. അയ്യോ, ഞാൻ ഓപ്പറേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. അതെ, എന്റെ ദുർഗമോളെ മതിയാക്ക് നിന്റെ പരിഹാസം. മകള് മരിക്കാൻ കിടക്കുമ്പോ ഒരമ്മയുടെ വേദന എന്തായിരിക്കുമെന്ന് നീ മനസ്സിലാക്കണ്ടേ? നീ നിന്ന് കരയാതെ എന്താ നിനക്ക് ആവശ്യമെന്ന് വെച്ചാ ദുർഗയോട് തുറന്നു ചോദിക്ക് പ്രിയ. തുളസിമോളുടെ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ 10 ലക്ഷം രൂപ ആദ്യം കെട്ടണം. അയ്യോ, 10 ലക്ഷം! എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇതിന് എത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഇത് വെച്ച് എന്റെ മോളെ രക്ഷിക്കാനുള്ള പണം തരണം. പണയ ഉരുപ്പടിയാണോ? ഇത് പണയം വെച്ചാ ഒരു 2 ലക്ഷം രൂപ കിട്ടും. ബാക്കിക്ക് എവിടെ പോവും? ദുർഗേച്ചി സഹായിക്കണം. ചേട്ടൻ വന്നാൽ ഉടനെ ഞാൻ തിരിച്ചു തരാം. അതിന് ഇവിടെ കെട്ടുകണക്കിന് ഇരിപ്പുണ്ടെന്ന് നിന്നോടാര് പറഞ്ഞു? പിന്നെ എന്റെ കയ്യിലെ സ്വർണവും കൂടെ പണയം വെച്ച് നിന്റെ മോളെ രക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അല്ല, എന്താ ദുർഗമോളെ നീ ഇങ്ങനെ അറുത്തു മുറിച്ച് പറയുന്നേ? ഒന്നുമില്ലെങ്കിലും നിന്റെ ഭർത്താവിന്റെ പെങ്ങളല്ലേ ഇവള്? ദേവമംഗലത്ത് വന്ന് യാചിച്ചിട്ട് നീ ഒന്നും ചെയ്തില്ലാന്ന് നാളെ നിന്റെ ഭർത്താവും നാട്ടുകാരും അറിഞ്ഞ അവരുടെ മുമ്പിൽ നീയല്ലേ തെറ്റുകാരി? എന്നുവെച്ച് ഞാൻ കയ്യിലും കഴുത്തിലും ഉള്ളതൊക്കെ ഊരി കൊടുക്കണമെന്നാണോ? അതോ അക്കൗണ്ടിലുള്ള മുഴുവൻ സമ്പാദ്യവും എടുത്തു കൊടുക്കണോ? അതെ, അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഇപ്പൊ തന്നെ എടുത്തു കൊടുക്കണം. ഈ സമയത്ത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത്. വെറുതെ ഒന്നും വേണ്ട. പകരം പ്രിയയ്ക്ക് ചെയ്യാവുന്നതൊക്കെ മകൾക്ക് വേണ്ടി അവള് തിരിച്ചും ചെയ്യും. അതെ, ദുർഗമോള് എന്ത് വേണോന്ന് പറഞ്ഞാ മതി, അല്ലേ പ്രിയേ? അതെ ചേച്ചി, എന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ ഞാൻ ദുർഗേച്ചിയുടെ വേലക്കാരി ആവണം. ആവാൻ ഞാൻ മരണം വരെ അടിമയെ പോലെ ഞാൻ ദുർഗേച്ചിയുടെ കട വീട്ടിക്കോളാം. അത് വേണ്ട. നീ അത്രയ്ക്ക് തറയായ അതിന്റെ നാണക്കേട് ദേവമംഗലത്തുള്ളവർക്ക് കൂടിയാ. പകരം നീ ഇവിടുന്ന് കണക്ക് പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോയ അവകാശത്തിൽ പണിത ആ വീടുണ്ടല്ലോ, അതിന്റെ അവകാശം എനിക്കെഴുതി തരണം. എന്താ, തയ്യാറാണോ? അന്നെല്ലാം ചോദിച്ചു വാങ്ങിയത്
തുളസി മോളുടെ ഭാവിക്ക് വേണ്ടിയ. ഇന്ന് അവൾക്ക് വേണ്ടി തന്നെ ഞാനത് തിരിച്ചു തന്നേക്കാം. എനിക്ക് സ്വത്തിനേക്കാൾ വലുത് കുഞ്ഞിന്റെ ജീവന. അതിനുള്ള പണം തന്നാ മാത്രം മതി. എങ്കി വേഗം പോയി പ്രമാണമായിട്ട് വാ. അപ്പോഴേക്കും ഞാൻ പണം റെഡിയാക്കി വെക്കാം. ദുർഗേച്ചി, അതുവരെ എന്റെ മോള്, ഞാൻ വാക്ക് മാറില്ല. എന്റെ മോളെ ആദ്യം ഒന്ന് രക്ഷിക്കുക. ശരി, ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാം. നീ പ്രമാണവുമായിട്ട് അവിടെ എത്തിയേക്കണം. നിക്ക്, ഒരു കാര്യം കൂടി. എന്റെ പണം കൊണ്ട് നിന്റെ മകൾക്ക് പുനർജന്മം കിട്ടും. അതിന് ശേഷമുള്ള കാര്യത്തിൽ കൂടി എനിക്ക് ഉറപ്പ് കിട്ടണം. എന്താ ചേച്ചി? ആദിയും തുളസിയും ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് നീ അടക്കം ചിലർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ആഗ്രഹം എന്നേക്കുമായി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോണം നീ. അതെ, അവർ ഒരിക്കലും ഒന്നാകില്ലെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം. പറ്റില്ലേ? മോൾക്ക് നാളെ കിട്ടാൻ പോകുന്ന ജീവിതത്തെക്കാൾ എനിക്ക് വലുത് ഇന്ന് അവൾക്ക് തിരിച്ചു കിട്ടേണ്ട ജീവന. അത് മതി എനിക്ക്, അത് മതി എനിക്ക്. എന്റെ മോൾ എനിക്ക് ജീവനോട് കണ്ടാ മാത്രം മതി. ഹലോ സർ. പ്രിയ, എന്തായി? പണം കിട്ടിയില്ലേ? കിട്ടി സർ. ദുർഗേച്ചി പണമായി ഹോസ്പിറ്റലിൽ എത്തിക്കോളാന്ന് പറഞ്ഞു. വെരി ഗുഡ്. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലൊരു ഘട്ടത്തിൽ ദുർഗ കൈവിടില്ലെന്ന്. ശരിയാണ് സർ, ദുർഗേച്ചി കൈവിട്ടില്ല. ഒരു തടസ്സവും പറഞ്ഞില്ല. അവരെന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറായി. ഇതാണോ ബന്ധങ്ങളുടെ വില? പ്രസാദിന്റെ മരുമകൾ ദുർഗയ്ക്ക് മോളെ പോലെയല്ലേ? മോളെ പോലെയല്ല സർ. തുളസി ദുർഗേച്ചിയുടെ മകള് തന്നെയാ.
സ്വന്തം മകൾ. ദുർഗ കാരണം മോളുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത് കൊണ്ട് പ്രിയ എങ്ങനെ പറയൂ? അത് നിന്റെ മനസ്സ്. അല്ല സർ, അത് തന്നെയാ സത്യം. മറ്റാർക്കും അറിയാത്ത സത്യം. തുളസിമോള് വേഗം സുഖം പ്രാപിക്കട്ടെ. ഞാൻ തിരിച്ചെത്തിയാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരാം. പ്രിയ സമാധാനമായിട്ടിരിക്കെ. ശരി സർ. എക്സ്ക്യൂസ് മീ. യെസ് മാഡം. ഞാൻ കനകദുർഗ. കുറച്ചു മുമ്പ് ബാങ്കിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു. യെസ് 10 ലാക്ക് ഇവിടുത്തെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ആ, മാഡം. ഇനി സർജറി ആരംഭിക്കാൻ ആരെയാ കാണണ്ടേ? ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേ സർജറി തുടങ്ങി മാഡം. ഓ, എല്ലാ തയ്യാറെടുപ്പും അതിനു മുമ്പേ നടത്തിയിരുന്നു. ആ, ഓക്കെ. മേഡം ഒരു സൈൻ ചെയ്യണം. സർജറിക്ക് മുമ്പേ ചെയ്യേണ്ടിയിരുന്നതാ. പക്ഷേ ഞാൻ പേരൻസോ ഗാർഡിയനോ ആരായാലും മതി. മേഡം അല്ലേ അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയത്? എന്നാലും ഇതൊരു ഫോർമാലിറ്റി മാത്രമാണ് മാഡം. പേഷ്യന്റിന്റെ അമ്മയെ ഇതുവരെ കണ്ടില്ല, അതാ. ശരി, തരൂ. എന്താ മാഡം ഇവിടെ? താങ്ക് യു മാഡം.
ദുർഗേച്ചി, ആ നീ വന്നോ? എന്റെ മോള് ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ നടക്കുക. ദുർഗ ഒരു വാക്ക് പറഞ്ഞ ആ വാക്ക. പണം അടക്കിയ മാത്രമല്ല, തുളസിയുടെ അമ്മ സൈൻ ചെയ്യേണ്ട സ്ഥാനത്ത് ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുക ചെയ്തു. അമ്മയുടെ സ്ഥാനത്തല്ല ദുർഗേച്ചി, നിങ്ങൾ അവളുടെ സ്വന്തം അമ്മ തന്നെയാ. ഇനി നിന്റെ വാക്ക് നീ പാലിച്ചോന്നാ എനിക്കറിയേണ്ടത്. തുളസി മോളുടെ ജീവന്റെ വിലയല്ല ദുർഗേച്ചി ചോദിച്ചത്, അത് ഞാൻ തരാതിരിക്കോ? ഇതാ ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ പ്രമാണമാ. ഇതെന്റെ പേരിൽ ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്ന. ദുർഗേച്ചിക്ക് ഇത് ധൈര്യമായിട്ട് വാങ്ങാം. മനസ്സറിഞ്ഞാ ഞാൻ തരുന്നത്. ഇതുകൊണ്ട് മാത്രമായില്ല, എന്റെ കൂടെ വന്ന് ചില പേപ്പേഴ്സിൽ കൂടി സൈൻ ചെയ്ത് തരണം നീ. ദുർഗേച്ചിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരണോ? അത് ഞാൻ ചെയ്തു തരാം. അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. തൽക്കാലം നീ എന്റെ അഡ്വക്കേറ്റ് പറയുന്നത് ചെയ്താൽ മതി. വാ. ദുർഗേച്ചി, ദുർഗേച്ചി, എന്റെ മോളെ ഒന്ന് കണ്ടിട്ട് അവൾക്ക് എന്തായെന്ന് അറിഞ്ഞിട്ട് പോയ പോരെ. ഹ, അതിനൊക്കെ ഇനി ഒരുപാട് ടൈം എടുക്കും. ഓപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് നിന്നെ ഞാനിവിടെ തിരിച്ചെത്തിക്കാം. വാ. ദുർഗേച്ചി, ഞാൻ ചേച്ചിയോട് ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കും. നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാ ഇപ്പൊ നീ അനുഭവിക്കുന്നത്. നീ കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ ഞാനത് സമ്മതിച്ചത്. ഈ ദുർഗ ആരാണെന്ന് നിനക്കിപ്പം മനസ്സിലായില്ലേ? അല്ല, ഇതെല്ലാം ഇപ്പൊ ചെയ്തു തന്നിട്ട് പ്രസാദേട്ടനും ജയനും വന്ന ഉടനെ നീ എന്നെ അവർ കൊറ്റു കൊടുക്കൂ? ഞാനായിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എന്റെ മോളോട് പോലും ഞാൻ ഇക്കാര്യം പറയില്ല. അത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ദുർഗച്ചിയുടെ കാല് പിടിക്കാം. ചേച്ചി എന്നെ വിശ്വസിക്കണം. നിന്റെ മകൾക്ക് ജീവൻ നൽകിയ ദൈവമാ ഞാൻ. എന്റെ കാല് പിടിച്ചതുകൊണ്ട് നിനക്ക് നിന്റെ മകൾക്ക് നല്ലതേ വരൂ. കേറ്. അപ്പച്ചി, ആദ്യം മൂഡ് ഓഫില്ല. എന്താ അവൻ കഴിച്ചില്ലേ? ഞാൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്ന പോലുമില്ല. അമ്മയോടുള്ള പ്രതിഷേധോ. ശരി, നീ ആ ജ്യൂസ് ഇങ്ങോട്ട് താ. അപ്പച്ചിക്ക് ജ്യൂസ് തന്നിട്ടില്ലേ ഞാൻ മുകളിലോട്ട് പോയത്? അതെന്താടി? എനിക്ക് ദാഹം മാറിയിട്ടില്ല. ഇങ്ങോട്ട് താ. താടി ഇങ്ങോട്ട്. ഇതിന്റെ പേര് ദാഹമൊന്നല്ല, അന്തർദാഹമെന്നാ. കുടിക്ക് കുടിക്ക്. ഇതിലെന്താ മധുരമില്ലേ? ഇഷ്ടം പോലെ ഇട്ടതാണല്ലോ. അല്ല, ഞാൻ വന്ന് ഇത്രയും നേരമായിട്ടും രുക്മിണി ഏട്ടത്തിയെ കണ്ടില്ലല്ലോ. അവരിവിടെ ഇല്ലേ? മുറി കാണും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കേറിയതാ. വല്ല ഭാഗവതോ രാമായണോ വായിച്ചിരിപ്പുണ്ടാവും. വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആ, എന്നാ ഞാൻ അവർക്കൊരു പണി കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പച്ചി ഇത് എന്തിനുള്ള പുറപ്പാടാ? ആ, പേരക്കുട്ടി ചാവാൻ കിടക്കുന്ന കാര്യം മുത്തശ്ശി അറിയിക്കണ്ടേടി. ഇല്ലെങ്കിലേ നാളെ അതൊരു പരാതിയാവും. എന്റെ പൊന്നപ്പച്ചി, അപ്പച്ചി ആവശ്യമുള്ള കാര്യം ചെയ്താ മതി. അവരറിഞ്ഞ ആ നിമിഷം ഹോസ്പിറ്റലിലേക്ക് ഓടും. അവിടെ ദുർഗേച്ചിക്ക് പല കാര്യങ്ങളും ഉള്ളതാ. ആ,
അതൊക്കെ എന്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളല്ലേ. ഇതും ഞാൻ നോക്കിക്കോളാം. നീ പോയേ നിന്റെ ജോലി നോക്ക. ഈ തള്ളക്ക് തലക്കനം കുറച്ച് കൂടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു കോട്ട് കൊടുക്കണം. എന്താ അപ്പച്ചി? എന്താടി പുറകുറുക്കുന്നേ? പോടിയാവത്ത. ഇവർക്കൊരു കൊട്ട് കൊടുക്കേണ്ടി വരും. തിരി ഇളക്കം കൂടുതലാ അവക്ക്.